ഹായ് നമസ്കാരം, ഞാൻ ഷീമ. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഞാനിത് ബ്രോഡ്വേയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. മണി ബാങ്ക് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് പിൻ നമ്പറും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഉണ്ടെങ്കിലേ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിറയെ പൈസ ഇങ്ങനെ തിങ്ങി നെരിഞ്ഞിരുന്നിട്ട് അതിങ്ങനെ തെറിച്ചിങ്ങനെ താഴേക്ക് വീഴുമ്പോഴുള്ള ഒരവസ്ഥ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? ഈ നോട്ട് എനിക്ക് അപ്പച്ചൻ തന്നാട്ടോ, പണ്ട് തന്നതാണ്. ഞാൻ ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു നോട്ടാണ്. അത് തന്നെ ആയിക്കോട്ടെ ആദ്യം എന്ന് വിചാരിച്ചു അങ്ങനെ അതിട്ട് കൊടുത്താണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ നമ്മുടെ കോയിൻ ബോക്സിൽ നിന്നൊക്കെ എന്തോരം വ്യത്യാസം വന്നല്ലേ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കുട്ടികളെ സമ്പാദ്യശീലം പഠിപ്പിക്കുക എന്നുള്ളത് നല്ലത് കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ എമൗണ്ടിൽ നിന്നും വലിയ വലിയ തുകകളായി മാറുന്നത് അവർ കണ്ടു തന്നെ പഠിക്കണം, ചെറിയ കാലഘട്ടത്തിൽ തന്നെ. അപ്പോഴാണ് പൈസ മാനേജ് ചെയ്യാനൊക്കെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. കാരണം വേറെ എങ്ങും അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ ശീലങ്ങളിലാണ് വലിയ വലിയ ശീലങ്ങൾ ഉണ്ടാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ കുടുക്ക് കൂട്ടുന്നത് കുടത്തിലും അതുപോലെ തന്നെ മുളയിലും അപ്പച്ചനുണ്ടാക്കി തന്നെ. പിന്നെ മണ്ണിൻ്റെ കൂജ ഉണ്ടായിരുന്നു. പിന്നെ സ്കോട്ട്ലൻഡും വെസ്റ്റേണൊക്കെ വാട്ടർ ടാങ്കും മിക്കി മൗസൊക്കെയാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും കൗതുകമായി. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിക്കൊടുത്താണ് കേട്ടോ. ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കൂട്ടുന്നത്. അപ്പോൾ അന്നേരം കാണാം. ഓക്കെ, ബൈ.